മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ട് വരുന്നൊരു കാര്യമാണ് നനഞ്ഞ ഹെൽമെറ്റ് ഉണങ്ങിയെടുക്കുന്നത്. അപ്പോൾ എത്ര നനഞ്ഞ ഹെൽമെറ്റ് ആണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണങ്ങിയെടുക്കാൻ പറ്റും. അതിനുള്ളൊരു ഐറ്റമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ ഡെമോ ഒന്ന് കാണിച്ചു തരാം. ഇത് നനഞ്ഞ ഹെൽമെറ്റ് ആയിരുന്നു. ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഉള്ളിലെ നനവ് ഇത് ഈർപ്പം പോലെ പുറത്തേക്ക് പോകുന്നതാണ് ഈ ഒരു ഗ്ലാസ്സിൽ കാണുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടും. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക, എന്നിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ നനഞ്ഞ ഹെൽമെറ്റൊക്കെ നമുക്ക് ഉണങ്ങിയെടുക്കാനായിട്ട് 3 സാധനങ്ങളാണ് ആവശ്യം. ഒന്ന് ഇങ്ങനത്തെ ബൾബ്, ഇത് 12 വോൾട്ട് വർക്ക് ചെയ്യുന്ന ബൾബാണ്. പിന്നെ ഇതിൻ്റെ ഹോൾഡർ, പിന്നെ വേണ്ടത് 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് നമുക്ക് ഈ ഒരു ബൾബ് വർക്ക് ചെയ്യിക്കാനായിട്ട്. അപ്പോൾ നനഞ്ഞ ഹെൽമെറ്റ് ഉണങ്ങിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഉള്ളിലേക്ക് ചൂട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചൂട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ഉയർന്ന ചൂട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള തെർമോക്കോളും സ്പോഞ്ചൊക്കെ ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെൽമെറ്റിന് ഡാമേജ് ഒന്നും വരാതെ നമുക്ക് ഈ ഒരു ഹെൽമെറ്റ് ഉണങ്ങിയെടുക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ 12 വോൾട്ടേ വർക്ക് ചെയ്യുന്ന ബൾബ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 21 വാട്ട്സിൻ്റെ ഫിലമെൻറ്റ് ടൈപ്പ് ബൾബാണ്. ഇത് വാഹനങ്ങളിലൊക്കെയാണ് ഇങ്ങനത്തെ ബൾബ് ഉപയോഗിക്കുന്നത്. വാഹനങ്ങളിലേക്ക് ബ്രേക്ക് ലൈറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ബൾബാണ്. അപ്പോൾ ഇങ്ങനത്തെ ബൾബിന് 15 രൂപയ്ക്കേ ഉള്ളൂ. ഓട്ടോമോട്ടീവ് ഷോപ്പുകളിലൊക്കെ ചോദിച്ചാൽ ഇങ്ങനത്തെ ബൾബ് കിട്ടും. ഇനി നിങ്ങൾക്ക് സോൾഡറിങ് ആണെന്നും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ബൾബിന് മാച്ചാകുന്ന ഹോൾഡർ മേടിക്കാൻ കിട്ടും. ഹോൾഡറിനും 15 രൂപയാണ്. അപ്പോൾ ഈ ഒരു ഹോൾഡർ മേടിക്കുകയാണെങ്കിൽ നമുക്ക് വയറൊന്നും സോൾഡർ ചെയ്യേണ്ട, ഇതിലേക്ക് നമുക്ക് ഈ ഒരു ബൾബ് ഇട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ 12 വോൾട്ടേ വർക്ക് ചെയ്യുന്ന 21 വാട്ട്സിൻ്റെ ഈ ഒരു ഫിലമെൻറ്റ് ടൈപ്പ് ബൾബ് ഉപയോഗിക്കുന്നുണ്ടല്ലോ ഗുണം ഒന്ന്, അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള ചൂടും കിട്ടും, അതുപോലെ അപകടവും വളരെ കുറവാണ്. ഈ ഒരു ബൾബിന് പകരം നമ്മൾ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഫിലമെൻറ്റ് ബൾബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചൂട് കൂടിയിട്ട് ഹെൽമെറ്റിൻ്റെ ഉൾവശം ഉരുകിപ്പോകും. ഇനി LED ബൾബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചൂട് കിട്ടുകയില്ല. ഇനി അടുത്തായിട്ട് ആവശ്യം നമുക്ക് ഈ ഒരു ബൾബ് വർക്ക് ചെയ്യാനുള്ള 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ്. 12 വോൾട്ട് 2 ആംപിയറിൻ്റെ അഡാപ്റ്ററാണ് വേണ്ടത്. അപ്പോൾ ഇതിന് 180 രൂപയ്ക്കാവും. അപ്പോൾ ഇത് ഇലക്ട്രോണിക്സ് ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അഡാപ്റ്റർ മേടിക്കുമ്പോൾ 2 ആംപിയർ തന്നെ ചോദിച്ച് മേടിക്കുക. ആംപിയർ കുറഞ്ഞ അഡാപ്റ്റർ ആണെങ്കിൽ ബൾബ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ അഡാപ്റ്റർ മേടിക്കുന്ന സമയത്ത് കടയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ ആണെങ്കിൽ ഔട്ട്പുട്ട് 12 വോൾട്ട് 2 ആംപിയറിൻ്റെ ആണെന്ന് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ അഡാപ്റ്ററിൻ്റെ എൻഡിലേക്ക് നമുക്ക് ഈ ഒരു ബൾബ് കണക്ട് ചെയ്താൽ മതി. ഇങ്ങനത്തെ ബൾബ് ആകുമ്പോൾ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും നോക്കണ്ട, എങ്ങനെ കണക്ട് ചെയ്താലും തെളിയും. പിന്നെ ഈ ഒരു കേബിളിൻ്റെ എൻഡിലുള്ള ഈ പിന്ന് ഇത് വേണേൽ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ഒരു കേബിളിലെ വയർ നമുക്ക് ഈ ഒരു വയറായിട്ട് നേരിട്ട് ജോയിൻ ചെയ്ത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഈ ഒരു പിന്നിൽ കണക്ട് ചെയ്യാനുള്ള ഫീമെയിൽ സോക്കറ്റ് മേടിക്കാൻ കിട്ടും. ആ ഒരു ഫീമെയിൽ സോക്കറ്റിലേക്ക് ഈ ഒരു ബൾബിൻ്റെ 2 വയർ കണക്ട് ചെയ്താൽ മതി. പിന്നെ അഡാപ്റ്ററിൻ്റെ എൻഡിലുള്ള ഈ ഒരു പിന്നിൽ തൊട്ടെല്ലാം പേടിക്കേണ്ട, ഷോക്ക് അടിക്കില്ല. 12 വോൾട്ട് DC ആണ് വരുന്നത്. അപ്പോൾ 12 വോൾട്ടിൻ്റെ ഈ ഒരു ബൾബ് വർക്ക് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ മതി നമുക്ക് ഹെൽമെറ്റ് ഉണങ്ങിയെടുക്കാൻ. അതുപോലെ ഈ ഒരു ബൾബ് ഹെൽമെറ്റിന് കറക്റ്റ് സെൻറ്ററായിട്ട് വരുന്ന രീതി വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ബൾബ് നമുക്ക് ചെറിയ സ്റ്റാൻഡിൽ എന്തെങ്കിലും സെറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു വീഡിയോയിൽ വരാൻ ചാൻസ് ഉള്ളൊരു കമൻറ്റാണ്, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂട് കൂടിയിട്ട് ഹെൽമെറ്റ് ഉരുകി പോകുന്നു. അപ്പോൾ അതിനും പരിഹാരമുണ്ട്. ഈ കാണുന്നത് ഇൻക്യുബേറ്ററൊക്കെ ഉണ്ടാക്കാനുള്ള തെർമോസ്റ്റാറ്റ് ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൽ നമുക്ക് ബൾബ് ഓൺ ആകേണ്ടതും അതുപോലെ ഓഫ് ആകേണ്ടതും ടെമ്പറേച്ചർ വാല്യൂ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ ഇങ്ങനെ സെൻസർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ബൾബ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തോളുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ബോർഡ് നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ കടകളിലും മേടിക്കാൻ കിട്ടും. 170 രൂപയാണ് ഈ ഒരു ബോർഡിന്. ഇതും 12 വോൾട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. ഈ ഒരു ബോർഡിനും ബൾബിനും കൂടി 12 വോൾട്ടിൻ്റെ 2 ആംപിയറിൻ്റെ അഡാപ്റ്റർ മതി. ഞാനിന്ന് എന്തായാലും ഈ ഒരു ബോർഡ് ഇവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ 12 വോൾട്ട് വർക്ക് ചെയ്യുന്ന ബൾബ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ തെർമോസ്റ്റാറ്റ് ബോർഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ബൾബിന് അങ്ങനെ ഒരുപാട് ഉയർന്ന ടെമ്പറേച്ചർ ഒന്നുമില്ല. ഇനി ഈ ഒരു ബൾബിന് നമുക്ക് അടുത്തായിട്ട് സ്റ്റാൻഡാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. ഞാനിവിടെ ചെറിയൊരു സ്വിച്ചും പിന്നെ ഒരു ചെറിയ ചെമ്പ് കമ്പിയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഈ ഒരു ബൾബ് ഹെൽമെറ്റിൻ്റെ സെൻട്രലായിട്ട് ഒരിടത്തും ടച്ച് ആകാത്ത രീതിയിൽ നേരെ തന്നെ ഉയർന്നു നിൽക്കുന്ന രീതിയിൽ എന്തെങ്കിലും സ്റ്റാൻഡ് ഓർണം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഈ രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. അപ്പോൾ 12 വോൾട്ടിൻ്റെ മിക്ക അഡാപ്റ്ററിലും ഇതുപോലത്തെ പിന്നായിരിക്കും കാണുന്നത് കേബിളിൻ്റെ എൻഡ് ഭാഗത്ത്. അപ്പോൾ ഇനി ഈ പിന്ന് കട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു പിന്നിൻ്റെ എൻഡ് ഭാഗത്ത് ഈ ഒരു ഹോള് പോലെ കാണുന്ന ഈ ഒരു ഭാഗമാണ് പോസിറ്റീവ്, പുറമേയുള്ള റിങ് പോലെയുള്ള ഭാഗം നെഗറ്റീവ്. ഇതിലേക്ക് നമുക്ക് ബൾബ് കണക്ട് ചെയ്താൽ മതി. അങ്ങനെ ഞാനിവിടെ ഈ ഒരു പിന്നിലേക്ക് ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഈ ഒരു സ്വിച്ചിലാണ് ഈ ഒരു ബൾബിന് സ്റ്റാൻഡ് പോലെയൊക്കെ ഉണ്ടാക്കിയെടുത്ത്. ഇത് നമ്മൾ ഏതെങ്കിലും ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഹെൽമെറ്റ് എടുത്ത് വെക്കുക. ബൾബ് ഹെൽമെറ്റ് കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിലേക്ക് വേണം വെക്കാൻ. അപ്പം ബൾബിൻ്റെ മുകളിൽ ഇതുപോലെ കറക്റ്റായിട്ട് ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞ് നമുക്ക് ഫ്ലഗിലേക്ക് അഡാപ്റ്റർ കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ബൾബ് ഇതുപോലെ വർക്ക് ചെയ്യും. ഇനി അടുത്തായിട്ട് ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഇതൊരു 3/4 ഭാഗം താത്തി വെക്കണം. എന്നെങ്കിലാണ് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ചൂട് കിട്ടുകയുള്ളൂ. അതുപോലെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റിൻ്റെ ഉൾവശത്തൊക്കെ ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് വേറൊരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് തുടച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഒരു 3/4 ഭാഗം താത്തി വെക്കാം. എന്നെങ്കിലാണ് കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് കൂടി താത്തി വെച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. ഹെൽമെറ്റിൻ്റെ ഉള്ളിലുള്ള നനവ് അതെല്ലാം വേർത്ത് ഇങ്ങനെ നീരാവി പോലെ ഗ്ലാസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു നീരാവി പോലുള്ളത് പുറത്ത് പോകാനായിട്ട് ഗ്ലാസ് ചെറിയ രീതിയിൽ തുറന്നു നോക്കണം. എന്നെങ്കിലാണ് കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ കാണിച്ച പോലത്തെ ബൾബ് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര നനഞ്ഞ ഹെൽമെറ്റ് ആണെങ്കിലും ഏകദേശം 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഉണങ്ങിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ലൈൻ പോലെ കാണുന്ന ഞാനിവിടെ ഈ ഒരു നീരാവി തുടച്ചെടുത്തതാണ്. അതുപോലെ വേഗം ഹെൽമെറ്റ് ഉണങ്ങി കിട്ടാനായിട്ട് ഒരിക്കലും നിങ്ങൾ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ബൾബൊന്നും ഇതുപോലെ കണക്ട് ചെയ്ത് ഉപയോഗിച്ചേക്കരുത്. കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഫിലമെൻറ്റ് ടൈപ്പ് ബൾബിനൊക്കെ ചൂട് കൂടുതലാണ്. അപ്പോൾ ഹെൽമെറ്റിൻ്റെ ഉൾവശമൊക്കെ ഉരുകി പോകും. അതുപോലെ നമ്മളിന്ന് ഉപയോഗിച്ചേക്കുന്ന ഈ ഒരു ബൾബിൻ്റെ ടെമ്പറേച്ചർ എന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ തെർമോസ്റ്റാറ്റ് ബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ബൾബിൻ്റെ കണക്ഷനൊന്നും തെർമോസ്റ്റാറ്റ് ബോർഡിൽ കണക്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ടെമ്പറേച്ചർ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ തെർമോസ്റ്റാറ്റ് ബോർഡ് ഇതുപോലെ കണക്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബൾബ് ഓൺ ആക്കി നോക്കാം.
അപ്പോൾ ഈ ഒരു ബൾബ് ഓൺ ആക്കുന്ന സമയത്ത് പതിയെ ടെമ്പറേച്ചർ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഹെൽമെറ്റിനുള്ളിൽ വെച്ചേക്കുന്ന ഈ ഒരു ബൾബ് ഓൺ ചെയ്തിരുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടി വരും ഉള്ളിൽ. അപ്പോൾ അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പം ഇതിൻ്റെ ഉള്ളിലുള്ള നനവ് അത് ഈർപ്പം പോലെ പുറത്തേക്ക് വേർത്ത് വരും. മഴക്കാലമൊക്കെ ആയി കഴിയുമ്പം എല്ലാവരും നേടുന്നൊരു പ്രശ്നമാണ് ഇതുപോലെ നനഞ്ഞ ഹെൽമെറ്റ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു അഡാപ്റ്ററും പിന്നെ ഒരു ഫിലിമെൻ്റ് ബൾബ് അതിൻ്റെ ഒരു ഹോൾഡർ ഈ 3 സാധനം ഉപയോഗിച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചവരെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എത്ര നനഞ്ഞ ഹെൽമെറ്റ് ആണെങ്കിലും നമുക്ക് ഇത് ഉണക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇന്ന് നമ്മളിവിടെ തെർമോസ്റ്റാറ്റ് ബോർഡ് ഉപയോഗിക്കാതാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഹെൽമെറ്റ് ഉണങ്ങിയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഒരു തെർമോസ്റ്റാറ്റ് ബോർഡ്, ഇത് ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്ന തെർമോസ്റ്റാറ്റ് ബോർഡാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോർഡ് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി സേഫാണ്. തെർമോസ്റ്റാറ്റ് ബോർഡിൽ നമുക്ക് ബൾബ് കണക്ട് ചെയ്യുകയാണെങ്കിൽ എത്ര ഡിഗ്രി വരെ നമുക്ക് ഈ ബൾബ് ഓണായി നിൽക്കണം, അതുപോലെ ബൾബ് ഓഫ് ആവേണ്ട ടെമ്പറേച്ചർ ഇതെല്ലാം നമുക്ക് ഈ ബോർഡിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇങ്ങനെ ഹെൽമെറ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് തെർമോസ്റ്റാറ്റ് ബോർഡ് ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് പൂർണ്ണമായിട്ടും അടച്ചു വെക്കരുത്. ഈ ഒരു ഗ്ലാസ് ചെറിയ രീതിയിൽ ഉയർത്തി വെക്കുകയാണെങ്കിൽ ഇതിൽ കൂടെ ചൂട് പുറത്ത് വെക്കോളും. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത് ബ്രേക്ക് ലൈറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ബൾബാണ്. അപ്പോൾ അതിന് ഒരുപാട് അങ്ങനെ ഹീറ്റ് കൂടിയ ബൾബും അല്ല. പിന്നെ തെർമോസ്റ്റാറ്റ് ബോർഡ് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനുണ്ട് ഈ ഒരു ബോർഡിൽ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസും സെറ്റിങ്സും എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ട് കമൻറ്റ് ചെയ്താൽ മതി, അടുത്തൊരു ഷോർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് പൂർണ്ണമായിട്ടും അടച്ചു വെക്കരുത്, ചെറിയ രീതിയിൽ ഒരു ഓപ്പണിങ് കൊടുക്കുക. എങ്കിലാണ് ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഗ്ലാസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന നീരാവി പോലുള്ളതെല്ലാം പുറത്തേക്ക് പോയി ഹെൽമെറ്റ് നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടുള്ളൂ. ഹെൽമെറ്റ് ഡ്രൈ ആകുന്നതനുസരിച്ച് ഈ ഒരു ഗ്ലാസും നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് വരും. അതുപോലെ ചില ടൈപ്പ് ഹെൽമെറ്റ് അടിവശം പ്ലെയിൻ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഹെൽമെറ്റ് ആണെങ്കിൽ ടേബിളിൽ നിന്നും ഏകദേശം 1 സെൻറ്റിമീറ്റർ ഉയർത്തി വെക്കുക. അതായത് ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഹെൽമെറ്റിൻ്റെ അടിവശത്തും കൂടി ചൂട് കിട്ടിക്കോളും. എങ്കിലാണ് എല്ലാ സൈഡും നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഹെൽമെറ്റ് ടേബിളിൽ നിന്നും ചെറിയ രീതിയിൽ ഇതുപോലെ ഉയർത്തിയും അതുപോലെ ഹെൽമെറ്റ് ഗ്ലാസ്സിൽ 3/4 ഭാഗം അടച്ചും വെക്കുകയാണെങ്കിൽ തെർമോസ്റ്റാറ്റ് ബോർഡ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതല്ലാതെ നമുക്ക് ഇതുപോലെ ഉപയോഗിച്ച് നമുക്ക് ഹെൽമെറ്റ് ഉണക്കിയിടാം. അതുപോലെ ചെറിയ കുട്ടികളുടെ ഹെൽമെറ്റൊക്കെ ആണെങ്കിൽ ബൾബ് കുറച്ചൊക്കെ താഴ്ത്തി വേണം വെക്കാൻ. അപ്പം ബൾബ് കറക്റ്റ് സെൻറ്ററാണോ നോക്കണം. അതുപോലെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തെർമോസ്റ്റാറ്റ് ബോർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻസർ, അപ്പോൾ ഈ ഒരു സെൻസർ വെക്കേണ്ടത് ഹെൽമെറ്റിൻ്റെ ഉള്ളിലാണ്. ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു സ്പോഞ്ചിനോട് ചേർന്ന് വെക്കുക. എങ്കിലാണ് കറക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ അറിയാൻ പറ്റുള്ളൂ. ഈ ഒരു സെൻസർ ബൾബിനോട് ചേർന്നാണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ കൂടുതൽ ടെമ്പറേച്ചർ കാണിക്കും, പെട്ടെന്ന് തന്നെ ബൾബ് ഓഫായി പോകും. അപ്പം സെൻസർ ഇങ്ങനെ സ്പോഞ്ചിനോട് ചേർത്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ ബൾബ് ഓരോരുത്തരും ടച്ച് ആകാതെ കറക്റ്റ് സെൻറ്റർ നോക്കി വെക്കുകയാണെങ്കിൽ ഹെൽമെറ്റിന് ഒരു കംപ്ലയിൻറ്റും കൂടാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഹെൽമെറ്റ് ഉണങ്ങിയെടുക്കാൻ പറ്റും. മഴക്കാലത്ത് 2 വീലറിലെ എല്ലാവരും തന്നെ ബുദ്ധിമുട്ടുന്നൊരു കാര്യമായിരിക്കും നനഞ്ഞ ഹെൽമെറ്റ്. അപ്പോൾ നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് ഉണങ്ങിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ നമുക്ക് വേറെ ടൂൾസോ അതുപോലെ സോൾഡിങ്ങാണൊന്നും ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ ഇതിന് ഉപയോഗിക്കുന്ന ബൾബ് അത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഉപയോഗിക്കുക. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ കാണിച്ച് മേടിക്കാനും കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ബൾബാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചർ കിട്ടും, കൂടുതലുമില്ല കുറവുമില്ല, കറക്റ്റാണ്. അതുപോലെ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ച പോലെ നമ്മളിങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഹെൽമെറ്റിൻ്റെ അടിവശം ഈ ഒരു സ്പോഞ്ച് പോലെയുള്ള ഈ ഒരു ഭാഗം ഇതും നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് ഡ്രൈ ആകാനാണ് അടിവശം കുറച്ച് പൊക്കി വെക്കണമെന്ന് പറയുന്നത്, എങ്കിലാണ് കറക്റ്റായിട്ട് ഇതിലേക്ക് ചൂട് കിട്ടുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം.